ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ എല്ലാ വർഷവും അവർ വരാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആഘോഷിക്കും. വലുതായിട്ടൊന്നുമില്ല, മറ്റേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പറ എഴുന്നള്ളിപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സംഭവമാണ്. അപ്പോൾ ഇത് മുരുകൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ വെള്ളമാണ്. ഇങ്ങനെ കാവടി എടുത്ത് വരുന്നവരുടെ ദേഹത്ത് ഒഴിക്കാൻ വേണ്ടി വെള്ളമൊക്കെ കലക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മാമനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മാമനാണ് കേട്ടോ. അങ്ങനെ ഭസ്മം, മഞ്ഞപ്പൊടി, പിന്നെ പനിനീർ, ഇതൊക്കെ ഒഴിച്ച് നല്ലപോലെ വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെള്ളമാണ് ഇനി ആ കാവടി എടുത്ത് വരുന്നില്ലേ അവർക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ വീട്ടുകാരുമായിട്ട് ഇങ്ങനെ ഇതൊക്കെ റിലേറ്റീവ്സ് ആയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരൊക്കെ വന്നുകൊണ്ട് ഋതു ഇങ്ങനെ എത്തി വലിഞ്ഞൊക്കെ നോക്കുകയാണ്. എന്താ ഇവിടെ നടക്കുന്നേ എന്നൊക്കെ അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊന്നുകുട്ടി അവളുടെ പിറകെ പോകുന്നുണ്ട്. അങ്ങനെ കാവടി വരാറായപ്പോഴാണ് നമ്മൾ ഇങ്ങനെ തിരിയും എണ്ണയൊക്കെ തിരിയെണ്ണയല്ലല്ലോ, തിരിയും മറ്റേ വിളക്കൊക്കെ കത്തിച്ചത്. അപ്പോൾ നമുക്ക് അറിയാലോ വരുന്നത്. അങ്ങനെ അച്ഛൻ തിരിയും ഇതൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ പ്രോസസ്സിങ്ങിലോട്ട് നിൽക്കുകയാണ്. പിന്നെ അടുത്ത് നിൽക്കുന്നത് മാമിയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ തിരി കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ മെയിനായിട്ട് ഇവിടെ 2 ദിവസമാണ് കാവടിയുള്ളത്. ഒന്ന് ഇതുപോലെ ഉച്ചയ്ക്ക് വരുന്നത്, അത് പാൽക്കാവടി, സൂര്യക്കാവടി ഇങ്ങനെയൊക്കെ വരും. പിന്നെ വേറൊരു ദിവസം രാത്രി വരുന്ന അതുണ്ട്. അത് അഗ്നിക്കാവടിയാണ്. അതിൻ്റെ വീഡിയോയും ഉണ്ട് കേട്ടോ. ഞാൻ അത് പയ്യെ ഓരോന്നായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതും വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഫസ്റ്റ് പറവക്കാവടിയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ഇങ്ങനെ ടാങ്ക് ലോറിയില്ലേ ഇങ്ങനെ വെള്ളം ഒഴിച്ചൊഴിച്ച് വരുന്നുണ്ട്. അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ അത്രയ്ക്കും ചൂട്, നല്ല പൊള്ളി തിളച്ച് കിടപ്പുണ്ടായിരിക്കും തറ. ഒന്നാമത് ഉച്ച സമയം കൂടെ ആണല്ലോ. അപ്പോൾ അവരിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ മുരുകൻ്റെ ഇങ്ങനെ വിഗ്രഹമില്ലേ അത് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അങ്ങനെ പോറ്റി നമ്മുടെ പൂജിക്കുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഇങ്ങനെ പസ്പൊക്കെ ഇട്ട് തരും. എന്നിട്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ ഇവിടെയാണ് നമ്മുടെ അവിടെയൊക്കെ ഗേൾസ് ഈ കാവടി ഇങ്ങനെ എടുക്കാറില്ല. കുറേ പാൽക്കാവടിയോ അങ്ങനെയൊന്നും എടുക്കാറില്ല. പക്ഷേ ഇവിടെ ഞാൻ ഗേൾസിനെയും കൂടെ കണ്ടിട്ടുണ്ട് എടുക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞു വാവയും കൂടെ ഉണ്ട്. ഋതുവിൻ്റെ പോലും പ്രായമില്ല കേട്ടോ. അപ്പോൾ ആ കുഞ്ഞു വാവയൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാവടി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ അവരുടെ തലയിലൊക്കെ വെള്ളം വീത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിന് നമ്മൾ കുറച്ച് വെള്ളമൊന്നും വെച്ചാൽ തികയത്തേ ഇല്ല. ലാസ്റ്റ് നമ്മൾ ഓസിട്ടൊക്കെയാണ് മറ്റേ വെള്ളം പൈപ്പിൽ നിന്ന് പിടിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ വെള്ളത്തിന് വേണ്ടിയാന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടല്ലേ, അങ്ങനെ വീത്തി കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അച്ഛനും മാമനും വലിയമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാവടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിൻ്റെ ഒന്നും പേര് നേരെ പറയാറില്ല. സൂര്യക്കാവടി, പാൽക്കാവടി, വേൽക്കാവടി, അങ്ങനെ കുറേ ഐറ്റംസ് കാവടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നേ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ ഈ കാവടി എടുക്കുന്നുണ്ട്. ചിലവരുടെ ദേഹത്ത് നല്ല അനുഗ്രഹം ഉണ്ട് കേട്ടോ. ചിലവരൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അനുഗ്രഹം കിട്ടിയ ആളിലും എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. എന്നാലും ചിലവർക്ക് പ്രത്യേകിച്ച് നമുക്കറിയാൻ പറ്റും. കണ്ടോ, നല്ല അനുഗ്രഹമായിരിക്കും മുരുകൻ്റെ. അങ്ങനെ ഇത് എല്ലാ വർഷവും ഈ പ്രോസസ്സിങ് ഉണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്നതാണ്. ചെറിയൊരു റോഡുണ്ട്, നമ്മുടെ 2 സൈഡിലും റോഡുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ. അപ്പോൾ ഇത് ചെറിയ മെയിൻ റോഡിൽ കൂടെ വരുന്നത്. മെയിൻ റോഡ് വഴി നമ്മുടെ അഗ്നിക്കാവടിക്ക് പോകേണ്ട പിള്ളേർ അതാണ് വരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ചെണ്ടമേളമുണ്ട്, ഓരോ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളും കണ്ടോളൂ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ ഓരോ പ്രോഗ്രാം. അപ്പം വീടിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, വീടിന് ചുറ്റുമൊക്കെ അമ്പലങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അവിടെ പോകുമ്പോൾ അവിടെ അമ്പലം, അവിടെയൊക്കെ ഒന്ന് ഉത്സവം കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോൾ അടുത്ത് ഇവിടെ തുടങ്ങും കേട്ടോ. ഇവിടെ മെയിനായിട്ട് മുരുകൻ കോവിൽ, പിന്നെ ഗണപതി കോവിൽ അതൊക്കെ ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ ഓരോ കോവിൽ തോറും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ എന്താ ഇത് ഫുള്ളും അമ്പലത്തിൻ്റെ വീഡിയോസ് മാത്രമേ ഇടുള്ളൂ, വേറെ ഒന്നും ഇടൂലേന്ന്. ഇനി എന്ത് ചെയ്യാനാ ഗൈസ്, ഞാനിപ്പോൾ ഈ മാസം കഴിഞ്ഞ മാസം മുതലേ ഉത്സവങ്ങളാണ്. നമ്മൾ ഉത്സവം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഉത്സവത്തിൻ്റെ വീഡിയോ അത് കണ്ടൻ്റാക്കി മാറി, ഞാൻ അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അങ്ങനെ ചെണ്ടമേളത്തോടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാഴ്ചകൾ കണ്ടോളൂ. കാവടിയൊക്കെ പോയ ശേഷം ഞാനും അമ്മയും അമ്മും എല്ലാവരും കൂടെ ചേർന്ന്, വലിയമ്മയും എല്ലാവരും കൂടെ ചേർന്ന് അമ്പലത്തിൽ പോകണം കേട്ടോ, ഊണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ കാവടിയുള്ള ദിവസം നമ്മൾ വന്ന് കഴിക്കാറുണ്ട് എല്ലാ വർഷവും. പറ്റുന്ന വർഷമെല്ലാം നമ്മൾ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ വന്ന് കഴിക്കും കേട്ടോ.
പിന്നെ അമ്പലത്തിൽ എത്തിയ ശേഷം ഈ എന്താ ശൂലം അതൊക്കെ അവരിങ്ങ് ഊരിയെടുത്തോളും. പിന്നെ 12 മണി ആവുമ്പോൾ തന്നെ ഊണ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ അപ്പോഴൊന്നും പോയില്ല. ഇതിൻ്റെ പിറകെ കൂടെ നമ്മൾ പോയി കഴിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ എന്താ അവിയൽ, എല്ലാ എല്ലാ കറികളും കാണും. പായസം, പുളിശ്ശേരി എല്ലാ കറിയും കൂടെയൊക്കെ കൂട്ടി നമ്മൾ നല്ലൊരു സദ്യ കഴിച്ചിട്ട് വീട്ടിൽ മടങ്ങും. ഇതാണ് നമ്മുടെ മുരുകൻ ക്ഷേത്രത്തിലെ നമ്മുടെ ഉത്സവം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബായ്.